നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പാകിസ്ഥാനിലെ സമ്പദ് വ്യവസ്ഥയെ ഇപ്പോഴും ഫലഭൂഷ്ടമായി പിടിച്ചു നിർത്തുന്നത് സിന്ധു നദിയാണ്. പഞ്ചാബിലെ 5 നദികളും ഇന്ത്യയിലൂടെ ഒഴുകി പാകിസ്ഥാനിൽ വെച്ച് സിന്ധുവുമായി ചേർന്ന് ഒന്നിച്ച് ഒഴുകുകയാണ് ചെയ്യുന്നത്. ഈ നദികളിലെ വെള്ളം പങ്കുവയ്ക്കുന്നതിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വർഷങ്ങളായി അന്താരാഷ്ട്ര കരാറുണ്ട്. ഈ കരാർ പ്രകാരം സിന്ധുവിലെ 80% ജലം പാകിസ്ഥാനുള്ളതാണ്. ഈ സുപ്രധാന കരാറാണ് കേന്ദ്ര സർക്കാർ റദ്ദാക്കിയത്. പാകിസ്ഥാൻ നിരന്തരം പ്രകോപിപ്പിച്ചപ്പോൾ പോലും ഈ കരാർ റദ്ദാക്കാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നില്ല. ഡാമുകൾ അടച്ചാൽ ജലം ഒഴുക്കി കൊണ്ടുപോകാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നില്ല. ഡാം നിറഞ്ഞ് ഇന്ത്യക്ക് തന്നെ ഭീഷണിയായി മാറുകയായിരുന്നു. മോദി സർക്കാർ അധികാരമേറ്റെടുത്ത ശേഷം ഡാമുകളിൽ നിന്നും ജലം ഒഴുക്കി കൊണ്ടുപോകാൻ പ്രത്യേക കനാലുകളും ഉണ്ടാക്കി. ഹിമാചൽ പ്രദേശിലും പഞ്ചാബിലുമായി അനേകം ഡാമുകളും തടയണകളും ഈ നദികളിൽ ഇന്ത്യ പടുത്തുയർത്തിയിട്ടുണ്ട്. അടുത്ത കാലത്ത് ജലം കൊണ്ടുപോകാൻ അനേകം പ്രത്യേക കനാലുകളും ഉണ്ടാക്കി. എന്തെങ്കിലും കാരണവശാൽ ഡാമുകൾ ഷട്ടർ ഇടേണ്ടി വന്നാൽ ജലം ഒഴിപ്പിക്കാൻ വേണ്ടി ദീർഘദർശനത്തോടെ ചെയ്തതാണിത്. 3 യുദ്ധങ്ങൾ ഉണ്ടായപ്പോൾ പോലും നദീജല കരാർ മരവിപ്പിച്ചിട്ടില്ല. മരവിപ്പിക്കാൻ കഴിയുമായിരുന്നില്ല. ഡാമുകൾ അടച്ചാൽ ജലം കൊണ്ടുപോകാൻ കഴിയുമായിരുന്നില്ല. ഡാമുകൾ നിറഞ്ഞ് കവിയുമായിരുന്നു. ഇന്ന് ആ കരാർ മരവിപ്പിച്ചിരിക്കുന്നു. ഡാമുകൾക്ക് ഷട്ടർ വീഴും. ദിവസങ്ങൾക്കകം പാകിസ്ഥാനിൽ വൻ ജലക്ഷാമം രൂക്ഷമാകും. കൃഷി നശിക്കും. വെള്ളം കിട്ടാതെ ജനം സർക്കാരിനും സൈന്യത്തിനുമെതിരെ തിരിയും. സ്വന്തം ജനങ്ങളുടെ നേരെ വെടിവെക്കാൻ സൈന്യം നിർബന്ധിതരാകും. ഇന്ത്യയുടെ ഒരു വെടിയുണ്ട പോലും ചെലവാക്കാതെ, ഒരു തുള്ളി രക്തം പൊടിയാതെ പാകിസ്ഥാൻ എന്ന ചെകുത്താൻ രാജ്യവും അവസാനിക്കാൻ പോവുകയാണ്. മതം പറഞ്ഞ് വെടിവെച്ചവർക്ക് ഇങ്ങനെയാണ് തിരിച്ചടി നൽകേണ്ടത് എന്നാണ് ജനങ്ങൾ പറയുന്നത്. അവിടുത്തെ ജനങ്ങൾ തന്നെ ഈ മത തീവ്രവാദികളുടെ വിഷമിറക്കുന്ന നടപടികളാകും ഇനി ഉണ്ടാവാൻ പോവുക.